അച്ഛൻ്റെ സ്കൂൾ ചേർക്കലും പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ എനിക്ക് നാളെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് തുടങ്ങും. അപ്പോൾ സാധനങ്ങളൊക്കെ അതായത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിരുന്നു. അനുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത്. അതുകൊണ്ട് ഇവരെ നോക്കലും സാധനം എടുക്കലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് നമുക്ക് അൺബോക്സിംഗ് ചെയ്യുന്നത് എന്താ പറയുക എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് വീഡിയോ എടുത്ത് കുറച്ച് റിസ്ക് ആയിരുന്നു. കാരണം ഒന്നാമത് നല്ല മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കടയിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഓട്ടത്തിലായതുകൊണ്ട് നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ആദ്യം തന്നെ അച്ഛൻ്റെ കൊട. അച്ഛനെ നിർത്തി നോക്കിയിട്ടൊക്കെ കേട്ടോ കൊട വാങ്ങിയത്. തീരെ ചെറുതായി പോണ്ട എന്നാൽ വലുതും ആയിട്ടുണ്ടെന്ന്. പിന്നെ കുപ്പി ഇവൻ ഇവിടുന്ന് ഇങ്ങനത്തെ കുപ്പിയിലാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനത്തെ കുപ്പി ഇവന് കുറച്ചും കൂടെ അറിയാം. അതുകൊണ്ട് ഇതാണ് കുപ്പി. നല്ല കുപ്പി കേട്ടോ. പിന്നെ അച്ചു സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. ലഞ്ച് ബോക്സ് ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. ചോറ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് പാത്രമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സ്നാക്സ് ബോക്സ് ആണ്. നല്ല അടിപൊളി സ്നാക്സ് ബോക്സ്. ഇവിടെ ഞെക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ചെറിയത് പിന്നെ ഫോർക്കുണ്ട്. അത് രണ്ടെണ്ണം കേട്ടോ. ഒരു കുഞ്ഞ് ഫോർക്കും സ്പൂൺ രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ്. ഇതൊക്കെ ഞാൻ ഞെക്കിക്കൊള്ളാം. ഓക്കെ. പിന്നെ വരുന്നത് സ്ലേറ്റ്. ഇത് നാളെ എന്തായാലും കൊടുത്തു വിടണമെന്നോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം കൂടെ വരുമ്പോൾ ഇവർക്ക് പഠിക്കാൻ സുഖമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ തന്നെ വാങ്ങിയിട്ടോ. പിന്നെ മെയിൻ ഐറ്റം നമ്മളെ ബാഗ്. അത് സ്പൈഡർമാൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാശി വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ വാങ്ങി. ഇവിടെ ഓൾറെഡി ഇവൻ്റെ പുതിയൊരു ബാഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വലുതൊന്ന്. പക്ഷെ അത് അംഗൻവാടിയിലേക്ക് ഒരു ബാഗ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് വലുത് വാങ്ങിയതാ. ഇനി LKG ചേർത്തുമ്പോൾ അത് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. പക്ഷെ അതിട്ട് നോക്കുമ്പോൾ ഇവന് എന്താ പറയുക, ഇവൻ ചെറുതും ബാഗ് ഭയങ്കര വലുതും. അതുകൊണ്ട് ഒരു ചെറിയ ബാഗ് വാങ്ങി. ഇതാണ് കേട്ടോ മറ്റേ ബാഗ്. എന്താ പറയുക, വാങ്ങിയിട്ട് കുറച്ച് ദിവസം അംഗൻവാടിയിലേക്ക് വെറുതെ കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു സാധനം ഇടാതെ വെറുതെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചതാ. ഇതിൻ്റെ എന്താ പറയുക, ഉള്ളിലൊന്നും ഒരു സാധനം ഇട്ടിട്ട് വരില്ല. അത്രയും നല്ല ബാഗാണ്. പക്ഷെ ഇതിൻ്റെ രണ്ടിന് വലുപ്പം കണ്ടില്ലേ. ഇതിടുമ്പോൾ അച്ഛനെ കാണില്ല, ബാഗ് മാത്രമേ കാണുള്ളൂ. അത് അങ്ങനെ ഒരു കുഞ്ഞി ബാഗ് വാങ്ങി കേട്ടോ. കുഞ്ഞി ബാഗ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. നല്ല പൈസയാണ് ഗൈസ്. അപ്പോൾ ഒരു പൗച്ച്. എല്ലാത്തിലും സൂപ്പർ ഹീറോസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനത്തിലും പേര് എഴുതണം ടീച്ചർ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു വൈറ്റ്നർ വാങ്ങി. അതുകൊണ്ട് എല്ലാത്തിലും എഴുതി വെക്കാമല്ലോ. പിന്നെ നമ്മൾ മെയിൻ സാധനം പെൻസില്. ഇതൊരു ദിവസം സത്യം പറഞ്ഞാൽ 2-3 വേണ്ടി വരും. അതുകൊണ്ട് ഫുള്ള് തന്നെ വാങ്ങി കേട്ടോ. ഇതിന് മുമ്പും അച്ഛനും സ്ലേറ്റും പിന്നെ ഇതേപോലത്തെ ഒരു പെട്ടി പെൻസിലും ഇതിനേക്കാൾ കുറച്ചും കൂടെ ഉള്ളതാന്ന് തോന്നുന്നു. അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്ലേറ്റ് ഇപ്പോൾ അപ്പുറത്തെ വശത്ത് മുറ്റത്ത് കിടക്കുന്നുണ്ട്. എന്തിനാ വാങ്ങിയാൽ നിനക്കും അറിയില്ല. പക്ഷെ ഞാൻ എഴുതിയൊക്കെ കൊടുത്തിരുന്നു, പഠിച്ചിട്ടില്ല എന്ന് മാത്രം. അംഗൻവാടിയിൽ ചേർക്കുന്നതിന് മുമ്പായി. പിന്നെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഒരു കപ്പ്. ഇത് അച്ഛൻ്റെ സെലക്ഷനാണ് കേട്ടോ. പ്ലേറ്റ് വാങ്ങി. ഇങ്ങനത്തെ പ്ലേറ്റാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പ്ലേറ്റ് ഉണ്ട് ഇവന്. അപ്പോൾ പുതിയതൊന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വാങ്ങി. പിന്നെ അതിൻ്റെ പേരൊക്കെ നബീസുമാമയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കൊടുത്തത്. ചെരുപ്പാണ് കേട്ടോ. ചെരുപ്പ് വാങ്ങി. ഒരു പുതിയൊരു ചെരുപ്പ് വാങ്ങിയതുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇതേപോലെ വള്ളി ഇല്ലാത്തതുകൊണ്ട് ഊരി പോകുന്നു. നടക്കാൻ പറ്റില്ല. അപ്പോൾ നടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടി കളിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ നടക്കാൻ സാധാ പോലെ. അപ്പോൾ സ്കൂളിലൊക്കെ അല്ലേ ഓടി കളിക്കലും. അപ്പോൾ ഇത് കൊണ്ടാ വിചാരിച്ചിട്ട് പുതിയതൊരു ചെരുപ്പും കൂടെ വാങ്ങിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ഛൻ്റെ സാധനങ്ങൾ. പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഇതൊക്കെ കെട്ടിപ്പെറുക്കി ആളെ സ്കൂളിലേക്ക് വിടണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എടുക്കാൻ വരെ. ബൈ.